Hi, this is Benson Paul. Welcome to Post Market Session. ഇന്നത്തെ മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് എന്തായിരുന്നില്ല മാർക്കറ്റിന്റെ മൂവ് ഒരു വൺ സൈഡ് ആയിട്ടുള്ള സെൽ ഓഫ് തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫ് മൊത്തം കണ്ടതെന്ന് വേണം പറയാനായിട്ട്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് ഒരു സ്ലൈറ്റ്ലി ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അപ്പൊ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഓക്കെ സെൽ ഓഫ് കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും മാർക്കറ്റിന്റെ അപ്സൈഡിലേക്ക് ആവും എന്നുള്ള പ്രതീക്ഷകളെ മൊത്തം തെറ്റിക്കുന്ന രീതിയിലാണ് അവിടുന്ന് അങ്ങോട്ട് മാർക്കറ്റ് വീണത്. ആദ്യത്തെ 15 മിനിറ്റിൽ ക്യാൻഡിൽ തന്നെ ഒരു ബെയറിഷ് ആയിട്ടുള്ള ക്യാൻഡിൽ വന്നു. അതിനുശേഷം അരമുക്കാൽ മണിക്കൂർ ഒന്ന് അവിടെ സ്റ്റോപ്പായി. അത് നമുക്ക് വീണ്ടും ഓക്കെ ഇനി സെൽ ഓഫ് ഉണ്ടാവില്ലായിരിക്കോ എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്ന പോയിന്റിലാണ് മാർക്കറ്റിൽ വീണ്ടും അടുത്തൊരു സെൽ ഓഫ് വന്നത്. ഓൾമോസ്റ്റ് 22,800 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേജർ ആയിട്ട് ഇതിന് മുന്നേ 2 വട്ടം സപ്പോർട്ട് എടുത്തേക്കുന്ന റീജിയൻ ആണ് 22,800 നിഫ്റ്റിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് താഴേക്ക് വരെ ബ്രേക്ക് ചെയ്ത സമയത്ത് വിചാരിച്ചു ഓക്കെ ഇനിയിപ്പോ അതിന് താഴേക്ക് ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ ഇനിയും വീണ്ടും ഒരു വലിയ സെൽ ഓഫ് നടന്നേക്കാവും എന്നുള്ള ആശങ്കയിൽ ഇരിക്കുന്ന സമയത്താണ് അതിന് മേലേക്ക് ബൈയിങ് നടന്ന് മേലെ തന്നെ 22,800 മേലെ തന്നെ ക്ലോസ് ചെയ്തേക്കുന്നത്. പക്ഷെ 23,000 എന്ന് പറഞ്ഞ റൗണ്ട് നമ്പറിന്റെ താഴെയാണ് ക്ലോസിംഗ് എന്നുള്ളതും നോട്ട് ചെയ്യേണ്ട ഒരു മേജർ ആയിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ നോക്കിക്കഴിഞ്ഞാൽ 8 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഡേ ആണ് ബെയറിഷ് ആയിട്ട് നിഫ്റ്റി ക്ലോസ് ചെയ്യണത്. ഇത് സംഭവിക്കുന്നത് നിഫ്റ്റി ടോപ്പിൽ ഹൈയിൽ നിൽക്കുന്ന സമയത്തല്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഹൈയിൽ നിന്നും ഓൾമോസ്റ്റ് 13% താഴേക്ക് വീണിട്ടും അവിടെ നിന്നും വീണ്ടും സെൽ ഓഫിന് യാതൊരു കുറവില്ല എന്നുള്ളത് കാണാനുള്ളത്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ കുറച്ചൊന്ന് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോ മേജർ ആയിട്ട് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയി നിൽക്കുന്നത് 23,200 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണും ഉണ്ട്. അതേപോലെ തന്നെ 22,800 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സപ്പോർട്ട് സോണും ഉണ്ട്. ആ രീതിയിലാണ് നിഫ്റ്റിയുടെ പെർഫോമൻസ് പോണത്. അപ്പൊ ഇങ്ങനെ സെൽ ഓഫ് സംഭവിക്കുന്ന സമയത്ത് നമുക്കറിയാവുന്ന മേജർ കാരണങ്ങൾ എന്തൊക്കെയാണ്? FIs കുറെ നാളായിട്ട് കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ് അല്ലെ? കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് ആണ് FIs നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ റുപ്പി വാല്യൂ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ എന്താണ് നമുക്കുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അമേരിക്ക കുറച്ച് വാദങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് റെസിപ്രോക്കൽ ടാക്സ് സിസ്റ്റം അവതരിപ്പിക്കണമെന്നൊക്കെ നിങ്ങൾ കേട്ട് കാണായിരിക്കും. അതായത് ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ ഇമ്പോർട്ട് ടാക്സ് ഈടാക്കിയിട്ടുണ്ട്. അതിപ്പോ ഒരു 10, 15, 20% കൂട്ടിക്കോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എത്ര ശതമാനമാണോ അമേരിക്കക്കെതിരെ അല്ലെങ്കിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കെതിരെ എന്താണ് ഇമ്പോർട്ട് ടാക്സ് ഡ്യൂട്ടി ചുമത്തുന്നത് അത്രയും ശതമാനം തന്നെ അമേരിക്കയും തിരിച്ചും ഇമ്പോർട്ട് ഡ്യൂട്ടി ചുമത്തുന്നുള്ളതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഈ റെസിപ്രോക്കൽ ടാക്സ് സിസ്റ്റം ബാധിക്കാൻ പോകുന്നത് ഇന്ത്യ, തായ്ലൻഡ് പോലത്തെ രാജ്യങ്ങൾക്കാണ്. കാരണം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ഡ്യൂട്ടി ചുമത്തുന്ന രാജ്യങ്ങളാണ് ഈ പറഞ്ഞ ഇന്ത്യ, തായ്ലൻഡ് പോലുള്ളത്. അപ്പൊ അത് കാരണം കൊണ്ട് ഇനി ഭാവിയിലുള്ള ഇനിയിപ്പോ GDPയുടെ കാര്യമൊക്കെ നോക്കുന്ന സമയത്ത് ഭാവിയിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിന് ബാധിക്കുമോ എന്നുള്ള ആശങ്കകളൊക്കെ മാർക്കറ്റില് പലർക്കും ഉണ്ട്. ഇന്ത്യൻ ഗ്രോത്തിനെയൊക്കെ അത് സാരമായി ബാധിക്കും എന്നുള്ളത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണ് മോദി US വിസിറ്റ് നടത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ട്രംപ് ആയിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുന്ന സമയത്ത് നമുക്ക് ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ട് വീണ്ടും FIs ഇന്ത്യൻ മാർക്കറ്റിൽ തിരിച്ചു വരുമോ എന്നുള്ള പ്രതീക്ഷ പുറത്തായിരുന്നു നമ്മൾ ഇരുന്നിരുന്നത്. പക്ഷെ ആ ഒരു മീറ്റിംഗിൽ നടന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിൽ മേജർ ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലെ നമ്മളെ ഇന്ത്യയും US കൂടിയിട്ട് ഒരുമിച്ച് ചേർന്ന് നടത്തിയേക്കാവുന്ന ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $500 ബില്യൺ മേലേക്കാണെന്നുള്ളതാണ്. ഇപ്പോ 2024 ഡാറ്റ വെച്ച് നോക്കുന്ന സമയത്ത് ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ബിസിനസ് ഓൾമോസ്റ്റ് $129 ബില്യൺ അടുത്താണ് വരുന്നത്. അത് 500 ബില്യൺ ആക്കും എന്നുള്ളതാണ് ഒരു ശുഭപ്രതീക്ഷ നമുക്കുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ മോദി ഒരു സൂത്രവാക്യൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് മാഗ പ്ലസ് മീഗ ഈക്വൽസ് മെഗ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മാഗ എന്ന് ഉദ്ദേശിക്കുന്നത് MAGA, അത് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യാന്ന് അറിയില്ല. MAGA പ്ലസ് MIGA. അതായത് ട്രംപിന്റെ വാദമാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അതേപോലെ തന്നെ നമ്മളുടെ മോദിജിയുടെ സ്വപ്നം എന്താണ്? വികസിത് ഭാരത്. അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ആണ് മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളത്. ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു മെഗാ കാര്യമാണ് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഗ്ലോബൽ സിനാരിയോയിൽ കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് മോദിയുടെ ഒരു അവകാശവാദം. അല്ലെങ്കിൽ നോക്കുന്ന സമയത്ത് നമുക്ക് പിന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ്
ഓയിൽ സപ്ലൈ, അതായത് ഇന്ത്യക്ക് വേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ സിനാരിയോ വെച്ച് നോക്കുന്ന സമയത്ത് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഓയിൽ സപ്ലൈ കിട്ടുന്നത് എവിടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറാഖ്, സൗദി, റഷ്യ പോലത്തെ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ ഓയിൽ ഇറക്കുമതി ചെയ്യണത്. ഇനി വരാൻ പോകുന്ന കാലത്തേക്ക് US ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ഓയിൽ സപ്ലയർ ആയി മാറും എന്നുള്ള ഒരു വാദവും അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നാലെ നമ്മളിപ്പോ മണി കൺട്രോൾ ന്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിലത്തെ ഓയിൽ മിനിസ്റ്റർ പറഞ്ഞ കാര്യം, ഓൾറെഡി റഷ്യ ഏഷ്യൻ കൺട്രീസിലെ വളരെയധികം ഓയിൽ സപ്ലൈ ചെയ്യാൻ സന്നദ്ധത കാണിച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ എന്താണ്, അതിന് കൗണ്ടർ അറ്റാക്ക് നിലയിൽ അമേരിക്ക ഇന്ത്യക്ക് ഓയിൽ സപ്ലൈ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓയിൽ മിനിസ്റ്റർ പറഞ്ഞ കാര്യം, നമുക്ക് എന്തിനാണ് ഒരു രാജ്യത്തെ മാത്രം ഓയിൽ നോക്കുന്നത്, നമുക്ക് ബെറ്റർ ആയിട്ടുള്ള പ്രൈസിന്, ചീപ്പർ ആയിട്ടുള്ള പ്രൈസിന് എവിടെ നിന്നാണോ ഓയിൽ കിട്ടുന്നത് അവിടെ നിന്ന് നമ്മൾ വാങ്ങും എന്നുള്ളതാണ്. ആരുടെ ഭാഗത്തും പക്ഷപാതം കാട്ടാതെ. ഇതൊക്കെ വരാൻ പോകുന്ന കാലത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കണ്ടു അറിയണം. ഇതൊക്കെയാണ് ഇപ്പോ വാർത്തകളിൽ ഇടം പിടിച്ചേക്കുന്ന മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് US ന്യൂക്ലിയർ ടെക്നോളജി കുറച്ചും കൂടി കടന്നു വരാനായിട്ടുള്ള സ്വാഗതാർഹമായിട്ടുള്ള എന്താ പറയാ നിയമത്തിലുള്ള ഭേദഗതികൾ വരുത്താനായിട്ട് ഇന്ത്യ തയ്യാറാവുന്നുണ്ടെന്നുള്ളതാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇന്ത്യക്ക് കുറച്ചധികം നല്ല ക്ലീൻ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റിയും എനർജിയും ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ US-നോ എന്താണ് ഒരു മേജർ കച്ചവടക്കാരനാവുന്നതിലൂടെ നല്ല ബില്യൺ ഡോളേഴ്സിന്റെ ലാഭവും അല്ലെങ്കിൽ ടേൺ ഓവറും നടക്കാനായിട്ടുള്ള സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ്. അതായത് നമുക്ക് ഓയിൽ ഉപയോഗിക്കാം, US-ന് എന്ത് കിട്ടും, അതിന്റെ ലാഭമാണെങ്കിലും പണമാണെങ്കിലും US-ന് കിട്ടുകയും ചെയ്യും. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മിലിറ്ററി സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ആയുധങ്ങൾ നല്ല രീതിയിൽ സപ്ലൈ തരാം എന്നുള്ളത് ഒരു വാഗ്ദാനം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ട്. അതിന് മേജർ ആയിട്ടുള്ള കാര്യമാണ് F-35 ഫൈറ്റർ ജെറ്റ്സ് ഇന്ത്യക്ക് വേണ്ടി കൊടുക്കാനായിട്ട് അമേരിക്ക തയ്യാറായിട്ടുണ്ട്. പിന്നെ ഉള്ളൊരു മേജർ ന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണ് IMEC കോറിഡോർ, അതായത് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്നുള്ളതാണ്. ഇതൊരു ട്രേഡ് റൂട്ടാണ്. അതായത് ഈ പറഞ്ഞ പോലെ ഇന്ത്യയെയും ഇസ്രായേലിനെയും സൗദിനെയും ഇതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഉള്ളൊരു ട്രേഡ് റൂട്ടാണ്. ആ ട്രേഡ് റൂട്ട് ഇന്ത്യയും അമേരിക്കയും ഒന്നിച്ചു ചേർന്നുകൊണ്ട് വളരെ മികച്ചതാക്കി തീർക്കുന്നുള്ളതും അതുവഴി ഇന്ത്യയിലെ ഏറ്റവും ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് വന്നേക്കുന്ന അടുത്തൊരു മേജർ ആയിട്ടുള്ള പോയിന്റ്. പക്ഷെ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ എക്കണോമിയിലേക്ക് FIIs തിരിച്ചു വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് വീണ്ടും മറ്റൊരു ബുള്ളിഷ് ആയിട്ടുള്ള പ്രസൻസ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. നമ്മൾ കുറെ നാൾ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് നല്ല ശക്തമായിട്ട് ഔട്ട് പെർഫോം ചെയ്ത മാർക്കറ്റ് ആണെന്ന് വേണം പറയാനായിട്ട്. ബാക്കിയൊക്കെ രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്ത് ഗംഭീരമായിട്ടുള്ള റിട്ടേൺ തന്നേക്കുന്ന രാജ്യമാണ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ നിഫ്റ്റി ആണെങ്കിലും സെൻസെക്സ് ആണെങ്കിലും. പക്ഷെ ഈ ഒരു സമയത്തേക്ക് നോക്കുന്ന സമയത്ത് ഇപ്പോ ഇന്ത്യയിലത്തെ ബാക്കിയുള്ള ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ US ആണെങ്കിലും UK ആണെങ്കിലും ഈ മാർക്കറ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈക്ക് അരികെ നിൽക്കുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് 10-13% താഴേക്ക് വീണേക്കുന്നത്. ഇപ്പോ ലോകത്തിലത്തെ ഏറ്റവും ലാർജസ്റ്റ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ള സ്റ്റോക്ക് മാർക്കറ്റിലെ രാജ്യങ്ങളെ പറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് US ആണ് ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള സ്റ്റോക്ക് മാർക്കറ്റുള്ള കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ആണ്. പിന്നെ ഏതാണ്, ചൈന, ജപ്പാൻ, UK, പിന്നെ വരുന്നത് 5ാം സ്ഥാനത്ത് ഇന്ത്യ ആണ് വരുന്നത്. അതിന് $4 ട്രില്യൺ മനസ്സിലാക്കണം കേട്ടോ, $4 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഇന്ത്യ എന്ന രാജ്യം കഴിഞ്ഞ കുറച്ച് നാളത്തെ ആ സെല്ലിങ്ങിന്റെ ഫലമായിട്ട് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 14 മാസത്തിന് ശേഷം $4 ട്രില്യൺ കുറച്ചൊന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. $4 ട്രില്യൺ എന്ന് പറഞ്ഞിട്ട് മാറിയിട്ട് 3.99 അങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് അടുത്തൊരു ഡാറ്റ സൂചിപ്പിക്കുന്ന കാര്യം. അപ്പോ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് അറിയുന്ന കാര്യമാണ്, നമുക്ക് ഇപ്പോ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് SIPs ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമുക്ക് അറിയുന്ന കാര്യമാണ്. SIPs-ഉം ഒരു അലാമിംഗ് ആയിട്ടുള്ള നമ്പറിൽ കുറെ ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ളതും ഒരു ഡാറ്റ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതായത് നമുക്കറിയാം ഇപ്പൊ ആകെ കൂടി നമുക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് ഇന്ത്യൻ റീറ്റെയിലേഴ്സ് ആണ്. അവരും കൂടി ബൈങ് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെ കാര്യം എന്താണെന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോ അതിന്റെ ഇടയിലാണ് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകൾ കുറെ പേര് ഇതുപോലെ സെൽ ഓഫ് സംഭവിക്കുന്ന സമയത്ത് കുറെ പേരുടെ മ്യൂച്വൽ ഫണ്ട് ചിലപ്പോൾ നഷ്ടത്തിലായിട്ടുണ്ടാവുമായിരിക്കും. അതായത് വളരെ റീസെന്റ് ആയിട്ട് തുടങ്ങിയേക്കുന്ന മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞത്. കുറെ കാലങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇപ്പോഴും ലാഭം തന്നെയായിരിക്കും. പക്ഷെ വളരെ റീസെന്റ് ആയിട്ട് 2 മാസം 3 മാസം 4 മാസം കൊണ്ടോ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ ആൾക്കാർക്ക് ഇപ്പൊ നഷ്ടം വരുന്നു. അതേ സമയത്ത് തന്നെ മാർക്കറ്റ് എവിടെ നിൽക്കുന്നില്ല, മാർക്കറ്റിൽ മൊത്തം ഒരു ബാഡ് ആയിട്ടുള്ള ന്യൂസുകൾ കേൾക്കുന്നു.
തീർച്ചയായിട്ടും കുറെ പേര് പാനിക് സെല്ലിംഗ് നടത്തുന്നുണ്ടെന്നുള്ളത് ഡാറ്റ വെച്ച് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ കൈ പൊള്ളാത്ത രീതിയിലത്തെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ സ്വീകരിക്കാൻ ശ്രമിക്കുക. ഇത് ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസോ കാര്യങ്ങളൊന്നും അല്ല. ഇതൊന്നും നമ്മൾ മാർക്കറ്റിൽ മണി കൺട്രോൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടിയേക്കാവുന്ന ന്യൂസുകൾ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരണത്. അപ്പോൾ ഈ കാര്യങ്ങൾ നോക്കി വെക്കുക. അതേപോലെ നിഫ്റ്റിയിലത്തെ വീക്ക്ലി ടൈം, ഇന്നിപ്പോ എന്താണ് വീക്കെൻഡ് ആയി, വീക്ക് കഴിഞ്ഞു, വീക്ക്ലി ടൈം ഫ്രെയിം എടുത്ത് നോക്കുക. വലിയൊരു ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ വീക്ക്ലി ക്യാൻഡിൽ ഫോം ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഒരു ഏരിയ നോക്കി വെക്കുക. 22,800 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മേജർ ആയിട്ടുള്ള റീജിയൻ നിങ്ങൾ നോക്കി വെക്കുക. അപ്പൊ നമുക്കിനി അടുത്ത ദിവസം കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും താഴെ കമന്റ് ആയിട്ട് നോട്ട് ചെയ്യൂ കേട്ടോ. താങ്ക് യു.